എന്താ മോനെ പേര്? അച്ഛൻ. അച്ഛൻ നമുക്കൊരു വെറൈറ്റി മെഡിസിൻ ചെയ്താലോ? ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും കുറേ വെറൈറ്റി സംഭവങ്ങൾ ചെയ്ത് ഇപ്പം നമുക്ക് ചീട്ട് വെച്ചിട്ടുള്ള ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ ചീട്ട് കളിക്കാറുണ്ടോ? ചീട്ട് കളിക്കാറുണ്ട്. ഇതൊന്ന് ഷഫിൾ ചെയ്യൂ, മിക്സ് ചെയ്തോ, നല്ല രീതിയിൽ മിക്സ് ചെയ്തു, മതി വരുന്നത്രോളം മിക്സ് ചെയ്തു. ഇതെല്ലാം വ്യത്യസ്തമായ കാർഡ്സുകൾ തന്നെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കത് ക്യാമറയിൽ കാണിക്കാം. എല്ലാം ഡിഫറെൻറ്റ് കാർഡ്സുകൾ തന്നെയാണ്, എല്ലാം വ്യത്യസ്തമായ കാർഡ്സുകളാണ്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഓരോ കാർഡ്സായിട്ട് ടേബിളിൽ ഡീൽ ചെയ്യുന്ന സമയത്ത് മോന് മനസ്സിൽ എവിടെ വെച്ച് നിർത്തണം തോന്നുന്നു മോൻ അവിടെ വെച്ചതിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയണം. ഓക്കെ, ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മോന് മനസ്സിൽ എവിടെ വെച്ച് നിർത്താൻ തോന്നും അവിടെ വെച്ചതിൻ്റെ അടുത്ത് സ്റ്റോപ്പ് എന്ന് പറയണം. എവിടെ വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയാം. ഇവിടെ നിർത്തണം, അത് ഇതോടെ ഇടണം, ഇതോടെ ഇട്ടിട്ട് മോൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ബാക്കി കാർഡ്സിനെ ഇങ്ങോട്ട് മാറ്റി വെച്ച്. ഓക്കെ, ഞാൻ ഇനി ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണേ. ഓക്കെ, ഞാൻ ഇതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം മോൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് പറയൂ. കുമാറാണ് ബെസ്റ്റ് ഫ്രണ്ട്, ഈ ഇരിക്കുന്ന കുമാർ. ഓക്കെ, ഇനി ഞാൻ മോൻ്റെ ചോദിക്കാൻ പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇതിൽ ഇഷ്ടമുള്ള ഒരു സെറ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഈ സെറ്റ് സെലക്ട് ചെയ്യുമോ, ഈ സെറ്റ് സെലക്ട് ചെയ്യുമോ? ഈ സെറ്റ് മോൻ സെലക്ട് ചെയ്തു. മോൻ സെലക്ട് ചെയ്ത സെറ്റ് ഞാൻ ഇങ്ങോട്ടത്ത് മാറ്റി വെച്ചു. ഈ സെറ്റിൽ ഫസ്റ്റ് കാർഡ് എടുത്ത് നോക്ക്, ഒരു കാരണവശാലും എന്നെ കാണിക്കരുത്. നോക്കിയതിന് ശേഷം അതൊന്ന് ക്യാമറ കാണിക്കണേ. അത് പോക്കറ്റിൽ എവിടെയെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്തോണേ. ഓക്കെ, ഒളിപ്പിച്ചായിരുന്നോ? ഓക്കെ, മനസ്സിൽ ആ കാർഡൊന്ന് വിചാരിക്കണം, ഒന്ന് കൈ ടച്ച് ചെയ്യൂ. ഓക്കെ, ചുണ്ടനങ്ങാതെ മനസ്സൊന്ന് വിചാരിക്കണേ. ഓക്കെ, ഞാൻ ഇപ്പം ഇത്ര നേരം ചെയ്തതല്ലാതെ വെച്ച് വേറൊരു രീതിയാണ് മൈക്രോ എക്സ്പ്രഷൻ ഒരാളുടെ ഫേസിലെ എക്സ്പ്രഷൻ വെച്ച് അവർ ഏത് കാർഡാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മോൻ്റെ ഫേസ് എക്സ്പ്രഷൻ വെച്ച് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കിയാണ്. മോൻ മനസ്സിൽ ആ കാർഡിലെ കളറൊന്ന് വിചാരിക്കുക. റിലാക്സ് ചെയ്തോ, കയ്യിലൊന്ന് ടച്ച് ചെയ്യൂ. ഒന്ന് ശ്വാസം ഒന്ന് എടുക്കും, ശ്വാസം വിടുക. മനസ്സ് ശരീരം ഫുൾ റിലാക്സ് ആയിക്കോണേ. ആ കാർഡിലെ കളറൊന്ന് വിചാരിക്കുക, കളർ മാത്രം. ഓക്കെ, അതൊരു പിക്ചർ കാർഡാണോ നമ്പർ കാർഡാണോ എന്ന് വിചാരിക്കണേ. പിക്ചർ കാർഡെന്ന് പറയുമ്പോൾ കിങ് ജാക്ക് ക്യൂന് ഏസിന് പിക്ചർ കാർഡ്. നമ്പർ കാർഡ് 1 2 3 4 5 6 7 8 വിചാരിച്ചാൽ മതി. ഓക്കെ ബ്രോ, ഇപ്പോൾ മനസ്സിൽ അതിൻ്റെ കളറൊന്ന് വിചാരിക്കുമോ? കളർ മാത്രം. ഓക്കെ, ഞാൻ ഓരോന്നായിട്ട് എഴുതാൻ പോവുകയാണേ. റെഡ് ബ്ലാക്ക്. കണ്ണിൻ്റെ കൃഷ്ണമണി റെഡ് ബ്ലാക്ക് എന്ന് ഞാൻ 3 വട്ടം പറഞ്ഞ സമയത്ത് കണ്ണിൻ്റെ കൃഷ്ണമണി ലെഫ്റ്റിലോട്ട് പോയി. അത് റെഡ് എന്ന് പറഞ്ഞ സമയത്ത് റെഡ് ആണോ കിട്ടിയത് കാർഡ്? ഓക്കെ, ഇത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ അനക്കം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം മൈക്രോ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി പിക്ചർ കാർഡാണോ നമ്പർ കാർഡാണോ എന്ന് ഓക്കെ, അത് ഞാൻ മൈൻഡ് റീഡ് ചെയ്ത് പറയുമായിരുന്നു, കുഴപ്പമില്ല. അതിലെ സിമ്പിൾ അറിയാമോ? സിമ്പിൾസൊക്കെ അറിയാമോ? പറയരുത്. സിമ്പിൾസ് 4 ടൈപ്പ് ഉണ്ട്: ക്ലബ്സ്, സ്പെയ്ഡ്, ഹാർട്ട്, ഡയമണ്ട്. മോൻ അറിയാമോ ഏതാണെന്ന്? ഓക്കെ, മനസ്സിൽ വിചാരിച്ചാൽ മതി. മോന് റെഡ് കളറാണ് മോന് കിട്ടിയിട്ടുള്ളതുകൊണ്ട് മോന് ഒന്നിൽ ഹാർട്ട് അല്ലെങ്കിൽ ഡയമണ്ട് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഹാർട്ട് ഡയമണ്ട്. ഓക്കെ, വീണ്ടും ഞാൻ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ അനക്കം വെച്ച് ഞാൻ എഴുതുകയാണ്. നമുക്ക് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞാൽ മറ്റൊരാൾ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോഡിയിൽ മനസ്സിൽ ഒളിപ്പിക്കും. പക്ഷെ നമ്മുടെ ബോഡി അതിനുള്ള ക്ലൂ നമുക്ക് തരും. അത് വെച്ചാണ് ഓരോന്ന് എഴുതുക. എത്രത്തോളം സക്സസ് ആവുന്നുള്ള ഒരു ട്രൈ മാത്രമാണ്. ഓക്കെ, മോന് കിട്ടിയിരിക്കുന്നത് ഒരു പിക്ചർ കാർഡാണെന്ന് മോൻ പറഞ്ഞു. അപ്പോൾ പിക്ചർ കാർഡൊന്നും മനസ്സിൽ വിചാരിക്കണേ. കാരണം പിക്ചർ കാർഡിൽ 4 ടൈപ്പുകൾ വരും. കിങ് വരാം, ക്യൂൻ വരാം, ഏസ് വരാം, ജാക്ക് വരാം, പിന്നെ ജോക്കറിനെ വേണമെങ്കിലും കൂട്ടാം. പക്ഷേ ഈ സെറ്റ് ഓഫ് കാർഡിൽ ജോക്കർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം വരുന്നത്. മനസ്സിൽ മോന് കിട്ടിയ അതൊന്ന് മനസ്സിൽ വിചാരിക്കും. ക്യൂൻ, കിങ്, ജാക്ക്, ഏസ്. ക്യൂൻ, കിങ്, ജാക്ക്, ഏസ്. ക്യൂൻ, കിങ്, ജാക്ക്, ഏസ്. ഒരു എക്സ്പ്രഷനും ഇല്ല ഫേസിൽ. ഓക്കെ, ഇത്തിരി പാടായിരിക്കും. ക്യൂൻ. ഇതിലൊന്ന് ടച്ച് ചെയ്യൂ. ഞാനൊന്ന് ഇവിടെ ടച്ച് ചെയ്യാണ്. ഇനി ഒന്ന് മനസ്സിലൊന്ന് പറയും, ചുണ്ടനങ്ങാൻ മനസ്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ ശരിയാവില്ലെന്ന് അറിയില്ല. ഇത്തിരി ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എക്സ്പ്രഷൻ ഒന്നും ഇല്ല. ഇത് രണ്ടും എനിക്ക് എളുപ്പമായിട്ട് തോന്നി. പക്ഷേ ചിലപ്പോൾ തെറ്റും കേട്ടോ. ഞാൻ രണ്ടും കൽപ്പിച്ച് എഴുതാൻ പോവുകയാണ്. ചിലപ്പോൾ ഇത് തെറ്റുവേ.
ഞാനിവിടെ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. മോന് കിട്ടിയ കാർഡ് അതൊന്ന് ക്യാമറ നോക്കി പറയോ? ജാക്ക്. ഓക്കെ.